27-ാം ദിവസം, ദ പെർഫെക്ഷൻ ഓഫ് ഗ്രേസ്, കൃപയുടെ പൂർണ്ണത. നമ്മുടെ ബലഹീനതകളെ എങ്ങനെ ഒരു ശാപമായല്ല, മറിച്ച് ദൈവിക ശക്തിയുടെ വാതിലായി കാണാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ്ലീഹ തൻ്റെ ശരീരത്തിലെ മുള്ള് നീക്കം ചെയ്യാൻ 3 തവണ പ്രാർത്ഥിച്ചിട്ടും അദ്ദേഹത്തിന് ലഭിച്ച മറുപടി നിനക്ക് എൻ്റെ കൃപ മതി എന്നായിരുന്നു. പരിമിതി ഒരവസരമാണ്. നാം സ്വയം ശക്തരാണെന്ന് കരുതുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടമില്ല. എന്നാൽ നമ്മുടെ പരിമിതികൾ സമ്മതിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പ്രവർത്തിക്കാൻ ഇടം ലഭിക്കുന്നു. പൂർണ്ണതയല്ല വിശ്വസ്തത. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പെർഫെക്റ്റ് ആകാനല്ല, മറിച്ച് നമ്മുടെ കുറവുകളെ അവന് മുമ്പിൽ തുറന്നു വയ്ക്കാനാണ്. അല്പം മനഃശാസ്ത്രം, ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി. സ്വന്തം അറിവ് പരിമിതമാണെന്നും തനിക്ക് തെറ്റുപറ്റാമെന്നും സമ്മതിക്കാനുള്ള കഴിവാണ് ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. എനിക്ക് എല്ലാം അറിയണം, ഞാൻ എപ്പോഴും ശരിയായിരിക്കണം എന്ന വാശി ഉപേക്ഷിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ അമഗ്ഡല ശാന്തമാകുന്നു. ഇത് കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോണെ കുറയ്ക്കാൻ സഹായിക്കുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്ന ഒരാളെ മറ്റുള്ളവർ കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. 2026-ൽ റോബോട്ടും AI-യും എല്ലാ ജോലികളും വളരെ കൃത്യമായി ചെയ്യുന്നു. മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നത് തങ്ങളെക്കാൾ യന്ത്രങ്ങൾക്ക് വളരെ പെർഫെക്ഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരാളുടെ വേദനയിൽ ചേർന്ന് നിൽക്കാൻ, സഹാനുഭൂതി കാണിക്കാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ. നമ്മുടെ വൈകാരികമായ ബലഹീനതകളാണ് യഥാർത്ഥത്തിൽ നമ്മെ യന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന വലിയ ശക്തി. ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കാം. ഒന്നാമതായി തിരിച്ചറിയുക, ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവ ദൂഷ്യം, ഉദാഹരണത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം മറന്നു പോകുന്നത്, അത് ഓർക്കുക. രണ്ടാമതായി സമർപ്പിക്കുക. ദൈവമേ, ഈ ബലഹീനത ഞാൻ അംഗീകരിക്കുന്നു, ഇതിലൂടെ നിന്റെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമതായി റീഫ്രെയിം ചെയ്യുക. ആ ബലഹീനത നിങ്ങളെ പഠിപ്പിച്ച പാഠം എന്താണ്? ഉദാഹരണത്തിന് ദേഷ്യം വന്നത് നിങ്ങളെ കൂടുതൽ ക്ഷമശീലിക്കാൻ പ്രേരിപ്പിച്ചു. പരാജയം നിങ്ങളെ കൂടുതൽ വിനയമുള്ളവനാക്കിയോ? തകർച്ചകളിലൂടെയാണ് പ്രകാശം അകത്തേക്ക് കടക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.